പ്രിയപ്പെട്ടവരെ, മനോജ് മാസ് ഇതൊന്ന് കേൾക്കണം കേട്ടോ. അത്രയ്ക്ക് കഷ്ടപ്പെട്ട് ഞാൻ എന്റെ ജീവിതം അങ്ങനെ കഷ്ടപ്പെട്ടാ ജീവിച്ചത്. ഞാൻ ഒരു മുന്നിൽ കരഞ്ഞിട്ടില്ല. പക്ഷെ നിങ്ങൾ എല്ലാരും എന്നെ വെടിയെന്നാ വിളിക്കുന്നത്. ഞാൻ എത്ര കഷ്ടപ്പെട്ടാ നിന്നെ വെടിയെന്ന് പറയുമ്പോ നിനക്ക് വിഷമമുണ്ടല്ലേ? നീ ലോകത്തുള്ള ആണുങ്ങൾ മുഴുവൻ കൊള്ളില്ലാത്തവരാണ്, നിന്റെ അച്ഛനെ പോലെ വെടിവീരന്മാരാണ്, അതുപോലെ തന്നെ മായാണ് കൂവാണ് പൂവാന്നൊക്കെ പറയുമ്പോ ആണുങ്ങളെ പറയുമ്പോ നിനക്ക് പ്രശ്നമില്ല, സ്വന്തം പറയുമ്പോ വേദനിക്കും. അതെല്ലാവർക്കും അങ്ങനെ തന്നെയാ. ഞാൻ ഈ സമൂഹത്തിനോടാണ് പറയുന്നത്. ഇപ്പൊ ഞാൻ 5 മണിക്ക് രാവിലെ എണീറ്റ് കുളിച്ച് ട്യൂഷന് പോയി, അവിടുന്ന് നേരെ BEd കോളേജിൽ പോയി പഠിച്ച്, അവിടെ നിന്ന് വീട്ടിൽ വരാതെ രാത്രി പിന്നെ അടുത്ത ട്യൂഷൻ പോയി എടുത്ത് രാത്രി 8 മണിക്ക് വന്നിട്ട് വീണ്ടും BEdന്റെ എല്ലാ വർക്കും എഴുതിയെടുത്ത് അങ്ങനെ ജോലി ചെയ്ത് ജീവിച്ച ഒരാളെ നിങ്ങൾ വേണ്ടിന്ന് പറയരുത്. അത് സീരിയസ് ആയിട്ട്. കാരണം എനിക്കറിയാം അച്ഛനില്ലായിരുന്നു, നമുക്കിപ്പം വേണേലും നമുക്കിപ്പോ വേശ്യാവൃത്തി, ഇപ്പൊ ഞാൻ എന്തൊക്കെ പറയുന്നത്, ഇപ്പൊ എനിക്ക് വേശ്യാവൃത്തിയിൽ ഏർപ്പെട്ട് ജീവിക്കാം എനിക്ക്. പക്ഷെ നമ്മളെ കൊണ്ട് അത് പറ്റത്തില്ല, മനസ്സിലായോ? നമുക്കിപ്പോ ഇപ്പൊ വേശ്യാവൃത്തി മോശം എന്നല്ല പറയുന്നത്, നമുക്കത് പറ്റത്തില്ല. ആ വേശ്യാവൃത്തി എന്ന് പറയുന്ന ആ പരിപാടി നമുക്ക് പറ്റില്ല. അങ്ങനെയാണ് നമുക്കിപ്പോ വീട്, കാറ് എന്നില്ലെങ്കിൽ ഒരു ഫോണ് വരെ എത്ര കൊല്ലം ഇത് ഹാങ് ആയി ഫോണ് പോലും മാറ്റാൻ പൈസ ഇല്ല. അപ്പം നമ്മളെ അങ്ങനെ എന്തിനാ ഇവര് ഈ വെടിയെന്ന് പറയുന്നത്? ഓരോ ആണുങ്ങളും കുടുംബം നോക്കാൻ വേണ്ടി സ്വന്തം നാട്ടിലും വിദേശ രാജ്യങ്ങളിലൊക്കെ പോയി കഠിനാധ്വാനം ചെയ്തു തന്നെയാണ് അവരുടെ ഭാര്യയും മക്കളും അടങ്ങുന്ന കുടുംബത്തെ മുഴുവൻ നോക്കുന്നത്. ആ പുരുഷ സമൂഹത്തെയാണ് നീ ഫെമിനിച്ചി എന്നും പറഞ്ഞിട്ട് അടച്ചാക്ഷേപിക്കുന്നത്. പുരുഷന്മാര് കൊള്ളില്ലാത്തവരാണ്. കഴിഞ്ഞൊരു വീഡിയോയിൽ നീ പറയുന്നുണ്ട്, സെക്സ് ചെയ്യാൻ വേണ്ടി പല പുരുഷന്മാരെ ഞാൻ പോലുണ്ട്, ഓരോരുത്തർക്കും ഓരോ പ്രത്യേകതയാണ്. അതായത് പകല് പുരുഷന്മാരെ കുറ്റം പറയും, രാത്രിയുടെ യാമങ്ങളില് നിന്റെ ശരീര സംതൃപ്തിക്കും മനസംതൃപ്തിക്കും വേണ്ടി പുരുഷന്മാരോടൊപ്പം സെക്സ് ചെയ്യുന്നതിനും കുഴപ്പമില്ല. ഇപ്പൊ നീ പറയുന്നത് വേശ്യാവൃത്തി ചെയ്യുന്നത് മോശം തൊഴിലൊന്നുമല്ല, അത് ചെയ്ത് എനിക്ക് കാറും വീടും ബാറും എല്ലാം ഉണ്ടാകുമായിരുന്നു. അപ്പൊ ഫെമിനിസ്റ്റുകൾ എന്ന് പറഞ്ഞൊരു പ്രത്യേക കാറ്റഗറിയാന്ന് പറഞ്ഞിട്ട് പുരുഷന്മാരെ അടിച്ചാക്ഷേപിക്കുമ്പോൾ നിങ്ങളെക്കുറിച്ചും ആളുകൾ ഇങ്ങനെ മോശമായി സംസാരിക്കാറുണ്ട്, ചിന്തിക്കാറുണ്ടെന്ന് നിങ്ങൾ മനസ്സിലാക്കണം. ഇതൊക്കെ അറിയുമ്പോൾ പിന്നെ പൊട്ടി കരഞ്ഞിട്ടൊന്നും ഒരു കാര്യമില്ല.